രാഗിണി പറയുകയാണ് 101 പവൻ ഉറപ്പായിട്ടും വേണം. പിന്നെ 10-25 ലക്ഷം രൂപ കല്യാണം കഴിഞ്ഞാൽ ഇവന്റെ അക്കൗണ്ടിൽ ഇട്ടുകൊടുക്കണം. എന്നിട്ട് ജയലാലിനോട് ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ എന്താടാ നീ നേരത്തെ പറയാതിരുന്നത്? നിനക്കിതൊക്കെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഡോക്ടർക്കൊപ്പമല്ലേ ഇവൻ വന്ന് പെണ്ണ് കണ്ടത്? നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ ഇവരുടെയും കുടുംബ സുഹൃത്ത് അല്ലേ? അല്ല, അത് പിന്നെയെന്ന് ഡോക്ടർ പറയുമ്പോൾ ഡോക്ടറെ തടയുകയാണ് രാഗിണി. ഇനിയിപ്പോ ഈ പെങ്കൊച്ചിനെ ഇവൻ വെറുതെ കിട്ടാമെന്നെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറും പറച്ചിലാണ്. കതിർ മണ്ഡപത്തിലേക്ക് പെൺകൊച്ചു കയറുമ്പോൾ നല്ല 916 സ്വർണ്ണാഭരണം ശരീരത്ത് കണ്ടില്ലെങ്കിൽ വിളിച്ചു കൂട്ടിയ ആൾക്കാർക്ക് മുൻപിൽ വെച്ച് തന്നെ ഞാൻ നല്ല 4 വർത്തമാനവും പറഞ്ഞിട്ട് ഇവനെയും വിളിച്ചിറക്കിക്കൊണ്ടങ്ങ് പോകും. ഇതൊക്കെ കേട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അത്രയ്ക്കൊന്നും തരാൻ ഞങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കഴിയില്ല. രാഗിണി ചോദിക്കുകയാണ്, എപ്പോഴത്തെ കണ്ടീഷനിൽ കഴിയും? ഡോക്ടർ പറയുകയാണ്, നമുക്കതൊക്കെ സംസാരിക്കാം. ഡോക്ടറോടും ദേഷ്യപ്പെടുകയാണ് രാഗിണി. നിങ്ങൾ എന്തോന്ന് ഡോക്ടറാ നമുക്കതൊക്കെ സംസാരിക്കാം എന്നൊക്കെ പറയുന്നത്? എപ്പോൾ സംസാരിക്കാമെന്ന? കല്യാണം കഴിഞ്ഞതിന് ശേഷമോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സ്ത്രീധന വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല നമ്മൾ. ആഹാ, അത് കൊള്ളാമല്ലോ. എനിക്കുമുണ്ട് 2 പെൺമക്കൾ. മൂത്തവളെ കെട്ടിച്ചത് 101 പവനും 19 ലക്ഷവും കൊടുത്തിട്ടാണ്. അത്രയൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. കല്യാണം നടക്കുമ്പോൾ പെങ്കൊച്ചിന്റെ ദേഹത്ത് 100 പവൻ വേണമെന്ന് പറഞ്ഞു, ഒരു ഗമയ്ക്ക്. പിന്നെ 50 ലക്ഷമൊന്നും ചോദിച്ചില്ല, 25 ലക്ഷമേ ചോദിച്ചുള്ളൂ. അതും തരാൻ കഴിയില്ലെങ്കിൽ ഇവൻ ഈ വീടിന്റെ മരുമകളായി ആകില്ല. ഇവൾ എന്റെ വീട്ടിന്റെ മരുമോളും. ഡോക്ടർ പറയുകയാണ്, ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കുന്നതും ചോദിക്കുന്നതും കുറ്റകരമാണ്. ആണെങ്കിൽ വക്കീലിനോട് എന്നെ കേസിൽപ്പെടുത്താൻ പറയ്. ഇതും കൂടി ചേർത്ത് കുറച്ചുനാൾ കൂടി എന്നെ അങ്ങ് അകത്ത് കിടത്ത്. മറ്റവള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അകത്തായത്. ഇതിപ്പോ കല്യാണത്തിന് മുൻപേ ആയിക്കോട്ടെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ മക്കൾ എന്നെ അനുസരിച്ച് മുന്നോട്ട് പോണം. മൂത്തവനെ ഞാനവന്റെ പാട്ടിന് വിട്ടു. ഇനി ഇവനെ കൂടെ അതിന് പറ്റില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ, ഇഷ്ടം പോലെ ആലോചിച്ചോ. എന്തായാലും ഇതിന്റെ പേരിൽ ഒരു വിലപേശൽ ഇല്ല. മോനെ പോകാം നമുക്ക്. എന്നിട്ട് ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടർക്ക് 2 ആൺമക്കളല്ലേ? നിങ്ങളുടെ മക്കൾ കെട്ടുമ്പോൾ സ്ത്രീധനം വാങ്ങാതെ കെട്ടിച്ചോ. പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ പോലെ ആകണമെന്ന് വാശി പിടിക്കരുത്. പാടാ എന്നും പറഞ്ഞ് ജലാലിനെയും കൂട്ടി ഇറങ്ങുകയാണ് രാഗിണി. അവർ പോയ ശേഷം ഭാഗ്യലക്ഷ്മി ഡോക്ടറോട് ചോദിക്കുകയാണ്, എന്താ ഡോക്ടറെ ഇതൊക്കെ? ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ എന്റെ മോളെ എങ്ങനെ പറഞ്ഞുവിടും? എന്തു വിശ്വസിച്ച് പറഞ്ഞുവിടും? കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ദീപ. വിജയകുമാർ പറയുകയാണ്, ഡോക്ടറെ ഈ ബന്ധം നടക്കാതിരുന്നാൽ നല്ലതാണ്. ആ പോയവനില്ലേ ജയലാൽ, അവൻ കള്ളനാണ്. അന്നേരം ഡോക്ടർ പറയുകയാണ്, അത് മാത്രം നിങ്ങൾ പറയരുത്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, പിന്നെ ഇതൊക്കെ എന്തിനാ ജയലാൽ മറച്ചു വെച്ചത്? അമ്മ ജയിലിലാണെന്ന് പറഞ്ഞില്ല, സ്ത്രീധനം വേണമെന്ന് പറഞ്ഞില്ല. അതൊക്കെ മാഡത്തിന്റെ മോളോട് ചോദിച്ചാൽ മതി. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്ന് നിങ്ങളെ വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. അവരിങ്ങനെ സ്ത്രീധനം ചോദിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ജയലാൽ ഒരിക്കലും സ്ത്രീധനം മോഹിക്കുന്ന കൂട്ടത്തിലല്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ഇറങ്ങുകയാണ് ഡോക്ടർ. വിജയകുമാർ പറയുകയാണ്, അന്ന് അവൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ എന്നെ ഒഴിവാക്കി. ഇടി, ഞാനിവിടെ അന്നുണ്ടായിരുന്നെങ്കിൽ അവനോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്നേ ഒരു ധാരണ ഉണ്ടാക്കിയേനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ വിളിക്കുമ്പോൾ നിന്റെ മോളെ അവന്റെ കൂടെ പറഞ്ഞു വിടരുതെന്ന്. ചതി പറ്റി കഴിഞ്ഞാൽ നേരത്തെ ഇരുന്ന് മോങ്ങിയതുപോലെ വീണ്ടും മോങ്ങേണ്ടി വരും. അത് പറഞ്ഞപ്പോഴേ ഇവൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. പെണ്ണ് കണ്ടില്ല, അതിനു മുൻപേ അവനൊപ്പം പറഞ്ഞു വിടുകയാണ് അവളെ. മുൻപത്തെ പേരുദോഷം വീണ്ടും ആവർത്തിച്ചാലോ? ഇപ്പൊ തന്നെ അവരെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞില്ലേ. അതാണ് അവരുടെ രീതി. പക്ഷേ നമ്മളോ? അവൾക്ക് ഇങ്ങനെ സംഭവിച്ച കാര്യം അവരോട് പറഞ്ഞോ? ഉവ്വോ. ദിയ പറയുകയാണ്, ലാലേട്ടനോട് ചേച്ചിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഒരു ലാലേട്ടൻ എന്നും പറഞ്ഞ് ദിയെ അടിക്കാൻ കൈയോങ്ങുകയാണ് വിജയകുമാർ. അവനോട് എന്തു പറഞ്ഞെന്നാ നീ പറയുന്നത്? സ്വന്തം അമ്മ ജയിലിലാണെന്ന് പോലും അവൻ പറഞ്ഞിട്ടില്ല. അവനെ സ്ത്രീയെ മാത്രമല്ല സ്ത്രീധനവും വേണം. എന്നിട്ട് ഇത്രയും ദിവസം അവൻ നല്ല പിള്ള ചമയുകയായിരുന്നു. അവനെ ഇപ്പോൾ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വലിയ ഇഷ്ടമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അവനെ ഒഴിവാക്കാതിരിക്കാൻ കോംപ്രമൈസിന് വരുമെന്നായിരുന്നു അവന്റെ ചിന്ത. അതിനു വേണ്ടിയാടി നിന്റെ മോളുടെ മനസ്സിൽ അവൻ ഇടം നേടാൻ നോക്കിയത്. ഇപ്പൊ കണ്ടോ കരഞ്ഞുകൊണ്ടോടിയത്. നീ പുന്നാരമോളുടെ കണ്ണീരിന് 25 ലക്ഷവും 101 പവനും എവിടെന്നെങ്കിലും ഒപ്പിക്കുക. അപ്പോഴും തീർന്നില്ല. അവൾക്ക് സംഭവിച്ചതൊക്കെ അവർ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരു നീക്കുപോക്കും ഉണ്ടാകില്ല. ചോദിക്കുന്നത് ചിലപ്പോൾ ഇരട്ടിയായിരിക്കും. എത്രയാ? 201 പവനും 50 ലക്ഷം രൂപയും. എടി, നിന്റെ മോൾക്കുണ്ടായ ചീത്തപ്പേരിന് അവരിടുന്ന വിലയായിരിക്കും ഇത്. മനസ്സിലാക്കിക്കോ, നീ അനുഭവിക്കും നീ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് വിജയകുമാർ. ഭാഗ്യലക്ഷ്മി ആശ്വസിപ്പിക്കുകയാണ് ദിയ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിന്നത്.
അത് തകർന്നു പോയല്ലോ മോളെ. അമ്മ തോറ്റുപോയല്ലോ. അതേസമയം അകത്ത് കട്ടിലിൽ കിടന്ന് കരയുന്ന ദീപയുടെ അടുത്തേക്ക് വരികയാണ് ദിയ. ചേച്ചി എഴുന്നേൽക്ക് ചേച്ചി എന്നൊക്കെ ദിയ പറയുകയാണ്. ലാലേട്ടന്റെ അമ്മ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയ്ക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. അവരൊരു വല്ലാത്ത സ്ത്രീയാണല്ലോ എന്നൊക്കെ ദിയ പറയുമ്പോൾ അവിടേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതെ, ഒരു വല്ലാത്ത സ്ത്രീ തന്നെയാണ്. നമ്മൾ കരുതിയതിനേക്കാളും വളരെ വളരെ മോശമാണ് അവർ. ജയലാൽ മോളുടെ എല്ലാ കുറ്റവും കുറവുകളും അറിഞ്ഞിട്ട് ഈ വിവാഹത്തിന് തയ്യാറായപ്പോൾ തന്നെ എനിക്ക് നേരിയ സംശയം ഉണ്ടായിരുന്നു. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുമെന്ന്. അയാളുടെ അമ്മയാണ് അയാളുടെ ഏറ്റവും വലിയ തലവേദന. അവരുമായി പൊരുത്തപ്പെട്ട് കഴിയുന്ന ഒരു പെൺകുട്ടിയെ ജയലാലിന് വേണം. അതിനുവേണ്ടിയാണ് നമ്മുടെയൊക്കെ മുൻപിൽ ഇത്രയും മാന്യനായത്. ദിയ പറയുകയാണ്, അല്ലെങ്കിൽ അമ്മ ജയിലിലായിരുന്നു എന്നെങ്കിലും അയാൾക്ക് ചേച്ചിയോട് പറയാമായിരുന്നു. അന്നേരം രണ്ടുപേരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദീപ പറയുകയാണ്, അതെന്നോട് പറഞ്ഞതാണ്. എപ്പോൾ എന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് തന്നെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ദിവസം തന്നെ അമ്മ ജയിലിലാണെന്ന് എന്നോട് അറിയിച്ചിരുന്നു. എന്നിട്ട് അതേപ്പറ്റി ആരോടും പറയണ്ടെന്നും പറഞ്ഞു. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആയിക്കോട്ടെ, എങ്കിലും അമ്മയോടെങ്കിലും അത് മോൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? ദിയ ചോദിക്കുകയാണ്, അപ്പോൾ സ്ത്രീധനമൊന്നും വേണ്ടാന്നല്ലേ പറഞ്ഞത്? അതിനുശേഷവും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അമ്മയുടെ സ്വഭാവം ലാലേട്ടനെ അലട്ടുന്നുണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതിനേക്കാളും അലട്ടിക്കഴിഞ്ഞു എന്നെ. ഇനി ഈ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല മോളെ. ആ വീട്ടിൽ മോൾക്ക് എന്തുറപ്പാണ് ഉള്ളത്? 10-40 കിലോമീറ്റർ ദൂരമുണ്ട് ജയലാലിന്റെ ഓഫീസും വീടും തമ്മിൽ. അയാൾ രാവിലെ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അമ്മയുമായിട്ട് മോളെങ്ങനെ പിടിച്ചു നിൽക്കും? അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റു ബന്ധുക്കളെയൊന്നും ഇതുവരെ നമുക്ക് അറിയില്ലല്ലോ. അവരും ഇതേ ഗണത്തിൽപ്പെട്ടവരാണെങ്കിലോ? ദീപ പറയുകയാണ്, അച്ഛനൊക്കെ പാവമാണെന്നാണ് എന്നോട് പറഞ്ഞത്. ദീപ പറയുകയാണ്, അതിനെ അവരെ കാണുമ്പോഴേ അറിയത്തുള്ളൂ. ലക്ഷ്മി പറയുകയാണ്, സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരു ബന്ധവും നമുക്ക് വേണ്ടാന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ. അമ്മ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? രണ്ടാമത്തെ ആലോചന വന്നപ്പോൾ ഞാൻ ഉടുത്തൊരുങ്ങി പോകില്ല എന്ന് പറഞ്ഞതല്ലേ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ നിർബന്ധിച്ച് ലാലേട്ടന്റെ മുൻപിലേക്ക് വിട്ടത്. അതിനുശേഷം ലാലേട്ടൻ കൂടെ പോകാൻ വിളിച്ചപ്പോൾ കൂടെ പോകുന്നതിൽ തെറ്റില്ലാന്നും നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ പറഞ്ഞത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആ സമയത്ത് ലാലിനെ പറ്റി നമുക്ക് നല്ല ധാരണയെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡോക്ടർ ഇക്ബാൽ അയാളെ കുറിച്ച് വെളിപ്പെടുത്തിയതും അതുപോലെയുള്ള കാര്യങ്ങളല്ലേ. പിന്നെ അവിശ്വസിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ദിയ ചോദിക്കുകയാണ്, ഇനിയിപ്പോ എന്താ ചേച്ചിയുടെ തീരുമാനം? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇത്രയും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അതുപോലെ അമ്മായിയമ്മയുള്ള ഒരു വീട്ടിലേക്ക് എന്റെ മകൾ കയറി ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് തന്നെ അവർക്ക് ഞാൻ ചുട്ട മറുപടി കൊടുത്തേനെ. ഇതിന് തയ്യാറായതുമാണ്. പക്ഷെ പെട്ടെന്നാണ് ഡോക്ടർ ഇക്ബാൽ കണ്ണു കാണിച്ചത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ മിണ്ടരുതെന്ന് പറയുമ്പോൾ അവരെ പോലെ വാവിട്ടലയ്ക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എന്തായാലും ഇവിടെ ഒരാൾക്ക് ചിരിക്കാൻ ഇതൊക്കെ കാരണമായി. അവളുടെ അച്ഛന് അയാൾ അവസാനം അവർക്കൊപ്പം നിൽക്കുകയായിരുന്നു. കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് നന്നായി എന്നാണ് അങ്ങേര് പറഞ്ഞത്. എന്തായാലും ഇത് വല്ലാത്തൊരു അബദ്ധമായി പോയി. മോളെ പോലെ അമ്മയും പ്രതീക്ഷിച്ചതാണ്. മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടിയെന്നും പറഞ്ഞ് ഒരുപാട് ആശ്വസിച്ചതാണ്. അതിനിടയ്ക്കാണ് ഇടുത്തി പോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ചോദിക്കുകയാണ്, സ്ത്രീധനത്തിന്റെ കാര്യം എന്തെങ്കിലും അമ്മ ചോദിക്കുമെന്ന് ലാലേട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞായിരുന്നോ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ ഞാനൊരു ദിവസം ലാലേട്ടനോടൊപ്പം പുറത്തു പോയപ്പോൾ അമ്മയെ കാണാൻ ജയിലിൽ കൊണ്ടുപോയിരുന്നു. അന്ന് ഞാൻ അമ്മയെ കണ്ടായിരുന്നു. ചോദിക്കുകയാണ്, ഓഹോ, ഇതിനിടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചോ? എന്നിട്ട് അതുപോലും ചേച്ചി ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. പറയണ്ടാന്ന് ലാലേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അന്ന് ഇതുപോലൊക്കെ അവർ സംസാരിച്ചിരുന്നോ? സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? സ്ത്രീധനത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല മോളെ. കുറച്ച് കർക്കശ സ്വഭാവക്കാരി ആവുന്നത് കൊണ്ടും തെറ്റൊന്നുമില്ല. ഇവര് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള സ്ത്രീയാണ്. സമ്പത്തിനെ മാത്രം സ്നേഹിക്കുന്നവരാണ്. അതുമാത്രമല്ല, ജയലാൽ മോൾക്ക് സംഭവിച്ച ചതിയെപ്പറ്റി അവരോട് പറഞ്ഞിട്ടുമില്ല. ദിയ പറയുകയാണ്, അത് ശരിയാണ് ചേച്ചി. അവര് പറഞ്ഞത് കേട്ടില്ലേ മോളെ? എല്ലാം വെട്ടി തുറന്നു പറയുന്നതാണ് അവർക്കിഷ്ടമെന്ന്. അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. പക്ഷേ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നാലോ? കല്യാണം കഴിഞ്ഞ ശേഷം അതൊക്കെ അവർ അറിഞ്ഞാലോ? മോളുടെ തല അടിച്ചു പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടില്ലേ? ചില അസുഖങ്ങൾക്കൊക്കെ ചികിത്സ ആവശ്യമാണ് മോളെ. അവരിങ്ങനത്തെ സ്വഭാവക്കാരിയാണെങ്കിൽ അവരെ ഡോക്ടറെ കാണിക്കുകയാണ് വേണ്ടത്. കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് ദീപ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അമ്മയ്ക്ക് മനസ്സിലായി മോൾക്ക് ജയലാലിനെ ഒരുപാട് ഇഷ്ടമാണെന്ന്. പക്ഷെ അയാൾക്കൊരിക്കലും അയാളുടെ അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. അവിടെ പിന്നെ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാത്തതാണ് നല്ലത്. സാരമില്ല മോളെ, എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം വന്നു ചേരും.
ഭാഗ്യലക്ഷ്മി പോയ ശേഷം ദിയയോട് ദീപ പറയുകയാണ്, ഇനിയൊരു ബന്ധത്തിന് ഞാനില്ല. ലാലേട്ടനെ പോലെ നല്ലൊരാൾ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിയ ചോദിക്കുകയാണ്, അങ്ങേര് നല്ലവനായിരുന്നെങ്കിൽ അമ്മ ജയിലിലാണ് എന്ന് പറഞ്ഞ സമയത്ത് ബാക്കി കൂടി പറയരുതായിരുന്നോ? അവരുടെ കാര്യം പറയുമ്പോഴൊക്കെ ലാലേട്ടൻ നല്ല ഭയമുണ്ടായിരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ദിയെ, ലാലേട്ടനെക്കാളും നല്ലൊരാള് ഇനി വരാനൊന്നും പോകുന്നില്ല. ദിയ ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ആയിട്ടും ചേച്ചിക്ക് ലാലേട്ടനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇനി ഈ ബന്ധം നടക്കുമെന്ന് തോന്നുന്നില്ല ചേച്ചി. അത്രയും പറഞ്ഞ് ദിയെ പോകുമ്പോൾ വീണ്ടും സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ് ദീപ. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോകുന്ന രാഗിണിയെയും ജയലാലിനെയുമാണ്. ജയലാലിന്റെ ഭാവമൊക്കെ കണ്ടിട്ട് രാഗിണി ചോദിക്കുകയാണ്, നിനക്കെന്നെ കത്തിക്കാനുള്ള ദേഷ്യമുണ്ട് അല്ലേ? ആരാടാ തെറ്റ് ചെയ്തത്? ഇന്നലെ രാത്രി മുതൽ എന്നെ ചട്ടം കെട്ടുവാണ്. പെണ്ണ് കാണാൻ പോകുമ്പോൾ ജയിലിൽ കിടന്ന കഥയൊന്നും പറയരുതെന്ന്. അമ്മച്ചി ഇളയ മോൾക്ക് കൂട്ടിരിക്കാൻ പോയതാണെന്ന് പറയണം പോലും. വെള്ളം പറയുന്നത് എനിക്കിഷ്ടമല്ലടാ, അതാരായാലും. അതുപോലെ തന്നെ അമ്മ വില്ലേജ് ഓഫീസർ, അച്ഛൻ വക്കീലും. ഇഷ്ടം പോലെ കൊടുക്കാൻ കാണും, പിന്നെ നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? ജയലാൽ പറയുകയാണ്, വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പെൺകുട്ടി, അമ്മയെ അനുസരിക്കുന്ന ഒരു പെൺകുട്ടി, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓ, നിന്നോട് ഉദ്ദേശിക്കാൻ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? എന്റെ മകൻ ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കും. അതിനനുസരിച്ചുള്ള ബന്ധം നടക്കുകയും ചെയ്യും. ഒരുത്തൻ സ്വന്തം ഇഷ്ടപ്രകാരം കെട്ടിയതിനുള്ള പ്രതിഫലമാണ് എന്റെ ഈ ജയിൽവാസം. ഇനി അത് പാടില്ലാന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പെട്ടെന്ന് ജയലാലിന്റെ വണ്ടിക്ക് കുറുക്കു വയ്ക്കുകയാണ് ജഗനും ബിനുവും. ഓരോന്ന് വന്ന് കേറിക്കോളും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാറിൽ നിന്നും ഇറങ്ങുകയാണ് രാഗിണി. എന്നിട്ട് ജഗന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോടാ വണ്ടി ഓടിക്കുന്നത്? നാലും കൂടുന്ന മുക്കിൽ മറ്റു വണ്ടികൾ വരുന്നത് നോക്കാതെയാണോ വണ്ടി ഓടിക്കുന്നത്? അന്നേരം ജഗൻ പറയുകയാണ്, ഒരബദ്ധം പറ്റിപ്പോയതാണ് അമ്മച്ചി. അത് കേട്ട് ദേഷ്യപ്പെട്ട് അമ്മച്ചിയോ എന്ന് ചോദിച്ച് ജഗനെ അടിക്കുകയാണ് രാഗിണി. അത് കണ്ട് ദേഷ്യപ്പെട്ട് ബുള്ളറ്റിൽ നിന്നും ചാടിയിറങ്ങി ബിനു ചോദിക്കുകയാണ്, നീ എന്റെ അണ്ണനെ തല്ലിയല്ലേ ഈ പെണ്ണും പിള്ളയെ ഞാനിന്ന് എന്ന് പറയുമ്പോൾ രാഗിണി പറയുകയാണ്, തല്ലിയടാ, നിനക്കും തരാം എന്നും പറഞ്ഞ് ബിനുവിനെയും അടിക്കുകയാണ് രാഗിണി. അതേസമയം ജഗനെ കണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ജയലാൽ. നമുക്ക് തല്ലി തന്നെ തീർക്കാമെന്നും പറഞ്ഞ് ബിനുവുമായി കൈവയ്ക്കുകയാണ് രാഗിണി. അന്നേരം എന്താ അമ്മേതെന്നും പറഞ്ഞ് രാഗിണിയെ പിടിച്ചു മാറ്റുകയാണ് ജയലാൽ. അതിനുശേഷം ജയലാൽ പറയുകയാണ്, ക്ഷമിക്കണം. ബിനുവിനെ പിടിച്ചു നിർത്തിയിട്ട് ജഗൻ ചോദിക്കുകയാണ്, ആരാ ജയലാലേ ഇത്? ജയലാൽ പറയുകയാണ്, എന്റെ അമ്മയാണ്. ഓ എന്ന് പറഞ്ഞ് രാഗിണി ഒന്ന് നോക്കുകയാണ് ജയലാൽ. ബുള്ളറ്റ് ജഗൻ, ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.